ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇവരാണ് എൻ്റെ ചങ്ക്സ്. ഞാൻ ഇവരെ ഇങ്ങനെയാക്കി എടുത്തു എന്നുള്ള കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാ കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു വലിയ സവാള, ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടിയിട്ട് കനം കുറച്ചിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അവരെല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടിയിട്ട് ചീനച്ചട്ടിയിലിട്ടു. അപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇത്. എന്താ പറയുക, ഈ കക്ക അല്ലെങ്കിൽ ചിക്കൻ്റെ പീസ് എന്ന് പറഞ്ഞിട്ട് അവൻ നന്നായി കഴിക്കും. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഫ്രൈ ചെയ്ത് എടുക്കണായിട്ടും കൂടുതൽ ഇങ്ങനെ എരിവ് കുറച്ചിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ അവനും ഞാനും നന്നായി കഴിക്കും. പിന്നെ അധികം എരിവൊന്നും ഇടാണ്ട് ഉള്ള കാരണം കുഴപ്പമില്ല. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പിട്ടിട്ടൊന്നും അപ്പോൾ പെട്ടെന്ന് പാടുമല്ലോ. അങ്ങനെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, അതേ എരിവ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും സോയാ ചങ്ക്സൊക്കെ നന്നായി കഴിക്കണം. കാരണം ഹാർട്ടിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അതേപോലെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ഉണ്ടാവും കേട്ടോ. ഇനി ഒരു തക്കാളി അധികം പഴുക്കാത്ത കാരണം ഇത്തിരി പാടായിരുന്നു. അപ്പോൾ അത് നന്നായി കയ്യിലോണ്ട് തന്നെ ഞാൻ നന്നായി ഉടച്ചിട്ടാണ് ഇങ്ങനെ ഈ പരുവത്തിലാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ടു. അപ്പോൾ നല്ലൊരു ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാനുള്ള പോലെ തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് പെരിഞ്ചീരകം. പിന്നെ ഒന്നെല്ലാം ഉടഞ്ഞ് വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഞങ്ങളുടെ സോയാ ചങ്ക്സിനെ അതിലേക്ക് ഇടാം. അപ്പോൾ നന്നായി ആ ഒരു മസാലയൊക്കെ അലിക്ക് പിടിക്കുന്ന വിധത്തിൽ ഞാൻ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ആ തരി വെള്ളത്തിൽ തന്നെ ഞാൻ ഇട്ടിട്ടൊന്ന് അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ഇത്തിരി ഡ്രൈ ആക്കി എടുത്തു. ഇനി നമ്മൾ ഏത് മസാല കറികളായാലും ഒരു നുള്ള് പഞ്ചസാര, ഉപ്പ് കൂടിയാലും ഇല്ലെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ എല്ലാ കറികളും. ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടെ കണ്ടില്ലേ, ക്ഷമയൊന്നും ഇല്ല. സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട് മുൻപ് തന്നെ മോൻ സ്പൂണായിട്ട് വന്നത് അതൊക്കെ ഓരോന്നിട്ട് പറക്കി തിന്ന് തുടങ്ങി. ഭയങ്കര ഇഷ്ടമാണ് മോൻ. അപ്പോൾ കക്ക എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ്. നല്ല അടിപൊളി ഭക്ഷണമാണ് കേട്ടോ.